നമസ്കാരം. ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അവിഹിതം പാപമാണോ? അതെ എന്ന് തന്നെയാണ് പല മതപരമ്പരകളിലും വിവാഹേതര ലൈംഗിക ബന്ധത്തെ പാപമായി തന്നെയാണ് കണക്കാക്കുന്നത്. ഹിന്ദുധർമ്മത്തിൽ ധർമ്മശാസ്ത്രങ്ങൾ വിവാഹത്തിലെ വിശ്വസ്തതയെ വലിയ പ്രാധാന്യത്തോടെ കാണുന്നു. മറ്റൊരാളുടെ ദാമ്പത്യ ജീവിതം തകർക്കുന്ന ബന്ധങ്ങൾ അധർമ്മമായി തന്നെ കണക്കാക്കുന്നു. ക്രിസ്തുമതത്തിൽ വിവാഹേതര ബന്ധം പാപമാണെന്ന് പഠിപ്പിക്കുന്നു. ഇസ്ലാം മതത്തിൽ വിവാഹത്തിന് പുറത്തുള്ള ലൈംഗിക ബന്ധം പാപമായി കണക്കാക്കുന്നു. ബുദ്ധമതത്തിൽ മറ്റുള്ളവർക്ക് ദുഃഖവും ദോഷവും ഉണ്ടാക്കുന്ന ലൈംഗിക പെരുമാറ്റം ഒഴിവാക്കണമെന്ന് ഉപദേശിക്കുന്നു. മതപരമായ കാഴ്ചപ്പാടുകൾക്കപ്പുറം അവിഹിത ബന്ധങ്ങൾ പലപ്പോഴും വിശ്വാസവഞ്ചന, കുടുംബ പ്രശ്നങ്ങൾ, മാനസിക വേദന, സാമൂഹിക പ്രശ്നങ്ങൾ എന്നിവയ്ക്കും കാരണമാകാം, അല്ലേ? ആദ്യം നമുക്ക് അവിഹിതം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. വിധിക്കപ്പെട്ടതല്ലാത്തത്, അനുവദിക്കപ്പെടാത്തത്, അതുമല്ലെങ്കിൽ ധർമ്മത്തിനും നിയമത്തിനും വിരുദ്ധമായത് എന്നാണ്. കുടുംബജീവിതത്തിൻ്റെയും ബന്ധങ്ങളുടെയും സാഹചര്യത്തിൽ അവിഹിത ബന്ധം എന്നത് സാധാരണയായി പറയുന്നത് ഇതിനെയൊക്കെയാണ്. ഒന്നാമത്തേത്, വിവാഹിതനായ ഒരാൾ തൻ്റെ ജീവിത പങ്കാളിയല്ലാത്ത മറ്റൊരാളുമായി പ്രണയമോ ലൈംഗിക ബന്ധമോ പുലർത്തുക. രണ്ടാമത്തേത്, സമൂഹവും മതവും അംഗീകരിക്കാത്ത രഹസ്യബന്ധങ്ങൾ. ഉദാഹരണത്തിന്, വിവാഹിതനായ ഒരു പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീ സ്വന്തം ഭർത്താവിനെയും ഭാര്യയെയും ഒഴികെയുള്ള മറ്റൊരാളുമായി പ്രണയമോ ലൈംഗിക ബന്ധമോ പുലർത്തുകയാണെങ്കിൽ അതിനെ അവിഹിത ബന്ധം എന്ന് വിളിക്കുന്നു. എന്നാൽ അവിഹിതം എന്ന പദം ബന്ധങ്ങൾക്ക് മാത്രമല്ല, പൊതുവെ അനുവദനീയമല്ലാത്ത ഏത് പ്രവൃത്തിയെയും സൂചിപ്പിക്കാം. അവിഹിത ബന്ധത്തിന് കാരണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. അവിഹിത ബന്ധങ്ങൾ ഉണ്ടാകാൻ പല കാരണങ്ങളും ഉണ്ടാകാം. എല്ലാവരും കരുതിയിരിക്കുന്ന ഒരൊറ്റ കാരണം കൊണ്ടല്ല. പലപ്പോഴും വ്യക്തിപരമായ കാരണങ്ങൾ, മാനസികപരമായ കാരണങ്ങൾ, കുടുംബപരമായ കാരണങ്ങൾ, സാമൂഹിക ഘടകങ്ങൾ, ഇതെല്ലാം ചേർന്നാണ് ഇത് സംഭവിക്കുന്നത്. ഇനി സാധാരണ കാരണങ്ങൾ. അതിൽ ഒന്നാമത്തേത് ദാമ്പത്തിക ജീവിതത്തിലെ അസന്തുഷ്ടി. അതിൽ പരസ്പര സ്നേഹക്കുറവ്, ആശയവിനിമയമില്ലായ്മ, നിരന്തരം കലഹങ്ങൾ എന്നിവയും. രണ്ടാമത്തേത് വൈകാരിക അടുപ്പത്തിൻ്റെ അഭാവം. അതിൽ സ്വന്തം വികാരങ്ങൾ പങ്കുവയ്ക്കാൻ കഴിയാത്ത അവസ്ഥ, അവഗണിക്കപ്പെടുന്നു എന്ന തോന്നൽ എന്നിവയും. മൂന്നാമത്തേത് ലൈംഗിക അസംതൃപ്തി. അതിൽ ദമ്പതികൾക്കിടയിലെ ലൈംഗിക ആവശ്യങ്ങളിലെ വ്യത്യാസം, ശാരീരിക അടുപ്പത്തിൻ്റെ കുറവ് എന്നിവയും. നാലാമത്തേത് പുതുമയോടുള്ള ആകർഷണം. അതിൽ പുതിയ അനുഭവങ്ങൾ തേടാനുള്ള മനോഭാവം, താൽക്കാലിക ആകർഷണം എന്നിവയും. അഞ്ചാമത്തേത് അവസരങ്ങളും സാഹചര്യങ്ങളും. അതിൽ ജോലി സ്ഥലത്തോ സോഷ്യൽ മീഡിയയിലോ ഒരാളുമായി അധിക അടുപ്പം, അതിരുകൾ പാലിക്കാതിരിക്കുക എന്നിവയും. ആറാമത്തേതാണ് സ്വയം നിയന്ത്രണ കുറവ്. അതിൽ വികാരത്തെയും ആഗ്രഹങ്ങളെയും നിയന്ത്രിക്കാനുള്ള ബുദ്ധിമുട്ട്, ആലോചിക്കാതെ എടുക്കുന്ന തീരുമാനങ്ങൾ എന്നിവയും. ഏഴാമത്തേതാണ് പ്രതികാര മനോഭാവം. അതിൽ ജീവിത പങ്കാളിയോടുള്ള ദേഷ്യം, അതുപോലെ അവൻ അല്ലെങ്കിൽ അവൾ ചെയ്താൽ ഞാനും ചെയ്തിരിക്കും എന്ന ചിന്ത. ഈ 7 കാര്യങ്ങളാണ് അവിഹിത ബന്ധം തുടങ്ങാനുള്ള സാധാരണ കാരണങ്ങൾ, അല്ലേ? ഹിന്ദു ശാസ്ത്രങ്ങൾ പ്രകാരം നിയന്ത്രിക്കപ്പെടാത്ത കാമം, മോഹം, അഹങ്കാരം, ഇന്ദ്രിയാസക്തി എന്നിവ മനുഷ്യനെ അധർമ്മത്തിലേക്ക് നയിക്കാം. അതിനാൽ ആത്മനിയന്ത്രണം, സദാചാരം, ദാമ്പത്യ വിശ്വാസം എന്നിവയ്ക്ക് ഹിന്ദുധർമ്മം വളരെ വലിയ പ്രാധാന്യം നൽകുന്നു. ഇവിടെ ആലോചിക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട്. എല്ലാ അടുത്ത സൗഹൃദങ്ങളും അവിഹിത ബന്ധങ്ങളല്ല. സാധാരണ സൗഹൃദവും അവിഹിതവും തമ്മിലുള്ള വ്യത്യാസം രഹസ്യത,
പ്രണയ ലൈംഗിക ഉദ്ദേശം, ദാമ്പത്യ വിശ്വാസത്തിന്റെ ലംഘനം എന്നിവയാണ്. ഹിന്ദുമതത്തിൽ അവിഹിതത്തെ പറ്റിയുള്ള കാഴ്ചപ്പാട് എന്തൊക്കെയെന്ന് നോക്കാം. ഹിന്ദുമതം അവിഹിത ബന്ധത്തെ സാധാരണയായി അധർമ്മമായാണ് കണക്കാക്കുന്നത്. കാരണം അത് ദാമ്പത്യ വിശ്വാസത്തെ തകർക്കുകയും കുടുംബജീവിതത്തിൽ ദുഃഖവും കലഹവും ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഹിന്ദുമതത്തിൻ്റെ കാഴ്ചപ്പാട് അനുസരിച്ച് വിവാഹം ഒരു പരിശുദ്ധ സംസ്കാരമാണ്. ഭാര്യയും ഭർത്താവും പരസ്പരം വിശ്വസ്തരായിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. മറ്റൊരാളുടെ ജീവിത പങ്കാളിയുമായി ബന്ധം സ്ഥാപിക്കുന്നത് പാപമായും കണക്കാക്കപ്പെടുന്നു. കാമം ധർമ്മത്തിൻ്റെ പരിധിക്കുള്ളിലായിരിക്കണമെന്നും പറയുന്നു. ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണ ഭഗവാൻ കാമം, ക്രോധം, ലോഭം എന്നിവ മനുഷ്യരെ അധർമ്മത്തിലേക്ക് നയിക്കുമെന്നും അതുപോലെ മനുസ്മൃതി പോലെയുള്ള ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ ദാമ്പത്യ വിശ്വാസത്തിനും കുടുംബധർമ്മത്തിനും വലിയ പ്രാധാന്യം നൽകുകയും ചെയ്യുന്നു. എന്നാൽ ഹിന്ദുമതം തെറ്റ് ചെയ്തവരെ ശാശ്വതമായി കുറ്റപ്പെടുത്തുന്നില്ല. ആത്മാർത്ഥമായ പശ്ചാത്താപം, ധാർമ്മിക ജീവിതത്തിലേക്കുള്ള മടങ്ങിവരവ്, ജപം, പ്രാർത്ഥന, സത്സംഗം, സൽക്കർമ്മങ്ങൾ എന്നിവയിലൂടെ ആത്മീയ പുരോഗതി കൈവരിച്ച് പാപത്തെ പരിഹരിക്കാനാവുമെന്നും പറയുന്നു. ഭൂരിഭാഗം പേർക്കും അവിഹിത ബന്ധത്തിന് താല്പര്യമുണ്ടെങ്കിലും അവിഹിത ബന്ധത്തെക്കുറിച്ച് പൊതുവായ നൈതിക കാഴ്ചപ്പാടുകൾ എല്ലാവർക്കുമുണ്ട്. പറയുന്നത് ഇങ്ങനെയൊക്കെയാണ്. 1. ജീവിത പങ്കാളിയുടെ വിശ്വാസം തകർക്കുന്നത് തെറ്റാണ്. 2. വഞ്ചനയും രഹസ്യപരമായ പെരുമാറ്റവും മറ്റുള്ളവർക്ക് മാനസിക വേദനയുണ്ടാക്കുമെന്നും. 3. കുടുംബ ബന്ധങ്ങളെയും കുട്ടികളെയും ബാധിക്കും എന്നിവയൊക്കെയാണ്. ഇതെല്ലാം എല്ലാവർക്കും അറിയുകയും ചെയ്യാം, എല്ലാവരും പറയുന്നുമുണ്ട്. അവസാനമായി പറയാനുള്ളത്, അവിഹിത ബന്ധം തെറ്റാണെന്ന് കരുതപ്പെടുന്നത് പ്രധാനമായും അത് വിശ്വാസവും പ്രതിബദ്ധതയും ലംഘിക്കുന്നതിനാലാണ്. ഒരു പ്രത്യേക മതനിയമം ലംഘിക്കുന്നതിനാൽ മാത്രമല്ല. പ്രിയരെ, ഈ അധ്യായത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക. നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേരൊന്ന് കമൻറ്റ് ബോക്സിൽ എഴുതുക. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതന ധർമ്മത്തിലെ സാധന, ഉപാസന, മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.